ചില സിനിമകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു ചോദ്യം മാത്രം ബാക്കി വയ്ക്കും. ഇതെന്തിനായിരുന്നു? ഷാജി കൈലാസിന്റെ വരവ് അത്തരമൊരു സിനിമയാണ്. ഒരു കാലത്ത് മാസ് സിനിമയുടെ വ്യാകരണം തന്നെ മാറ്റി എഴുതിയ ഷാജി കൈലാസും ജനപ്രിയ തിരക്കഥകളുടെ കരുത്തായ AK സാജനും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ സ്വാഭാവികമായും വലുതായിരുന്നു. പക്ഷേ വരവ് ആ പ്രതീക്ഷകളെ താങ്ങുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 10 ദിവസത്തെ പരോളിൽ നാട്ടിലെത്തുന്ന പോൾസൺ, ആ വരവിൽ അസ്വസ്ഥരാകുന്ന ചിലർ. ഇതാണ് കഥയുടെ തുടക്കം. ഇവിടെ നിന്ന് മനുഷ്യബന്ധങ്ങളിലേക്കോ കുറ്റബോധത്തിലേക്കോ പ്രതികാരത്തിലേക്കോ അധികാര രാഷ്ട്രീയത്തിലേക്കോ ആഴത്തിൽ പോകാൻ സിനിമയ്ക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നേയില്ല. പകരം 90കളിലെ മാസ് സിനിമകളിൽ നിന്ന് എടുത്തുവച്ച പ്ലോട്ടുകളുടെ ഒരു പഴഞ്ചൻ പരേഡാണ് സംഭവിക്കുന്നത്. കോടീശ്വരനായ പ്ലാന്റേഷൻ മുതലാളി, അഴിമതിക്കാരായ പോലീസുകാർ, രാഷ്ട്രീയക്കാർ, ഗുണ്ടാ സംഘങ്ങൾ, കണ്ടുമടുത്ത എല്ലാ ചേരുവകളും ഒന്നിച്ചുണ്ടെങ്കിലും അതൊരു രുചിയുള്ള വിഭവമാകുന്നേയില്ല. സിനിമയുടെ ഏറ്റവും വലിയ പരാജയം അതിൻ്റെ തിരക്കഥയാണ്. ഒരു കഥാപാത്രവും സ്വന്തം പ്രവർത്തനത്തിന് വിശ്വസനീയമായ കാരണങ്ങൾ നൽകുന്നേയില്ല. പോൾസൺ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സെബാൻ എന്തിനാണ് കൂട്ടം വിട്ടത്? കറിയ പോലീസ് എന്തിനാണ് കൊലപാതകം ചെയ്യുന്നത്? വില്ലി എന്ന കഥാപാത്രത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പ്രേക്ഷകനും ചിന്തിക്കാൻ പാകത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നുമില്ല. തിരക്കഥയിൽ കോസ് ആൻഡ് എഫക്റ്റ് എന്ന അടിസ്ഥാന സിനിമാ വ്യാകരണം തകരുമ്പോൾ പ്രേക്ഷകൻ കഥാപാത്രങ്ങളോട് വൈകാരികമായി ബന്ധപ്പെടില്ല. ഇവിടെ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് സിനിമ പോകുന്നു. കഥ മുന്നോട്ട് പോകുന്നില്ല. പ്രേക്ഷകൻ എവിടെയോ സ്റ്റക്കായി കിടക്കുന്നു. ഇടവിടാതെ വരുന്ന സ്റ്റണ്ടുകൾ ഒരാവേശവും സൃഷ്ടിക്കുന്നില്ല. കഥയ്ക്ക് പകരമാണിവിടെ ഇടി. ജോജു ജോർജ് തൻ്റെ പതിവ് ആത്മാർത്ഥതയോടെ അഭിനയിക്കുന്നുണ്ട്. ശരീരഭാഷയും ആക്ഷൻ രംഗങ്ങളും മികച്ചതാണ്. പക്ഷേ അഭിനയിക്കാൻ പാകത്തിൽ തെളിമയുള്ള ഒരു കഥാപാത്രമില്ല. വെറും ഒരു ആക്ഷൻ വാഹനം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. മുരളി ഗോപി മേടയിൽ കൊച്ചേട്ടനായി ശ്രദ്ധേയനാണ്. എന്നാൽ കഥാപാത്രങ്ങളുടെ എഴുത്ത് ദുർബലമായപ്പോൾ അഭിനേതാക്കളുടെ കഴിവും പ്രകടനവും പാളിപ്പോവുകയാണ്. റഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വരെ ഫൈറ്റർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയെ രക്ഷിക്കാൻ പാകത്തിലുള്ള ഫൈറ്റുകളൊന്നും ഇതിലില്ല. ഇവിടെ ജോഷിയുടെ പൊറിഞ്ചു മറിയം ജോസ് ഓർമ്മ വരും. ജോജുവും ചെമ്പൻ വിനോദും നൈല ഉഷയും ചേർന്നുള്ള സിനിമ. പഴയകാല പശ്ചാത്തലത്തിലുള്ള ആക്ഷൻ സിനിമയാണത്. ജോജു അവതരിപ്പിച്ച കാട്ടാളൻ പൊറിഞ്ചുവിൻ്റെ മുളയടി തൊട്ട് അടികളുടെ പൊടിപൂരമാണ് ആ സിനിമയിൽ. എന്നാൽ അവിടെ ഓരോ സംഘർഷത്തിനും മനുഷ്യരുടെ വികാരങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നു. അതുകൊണ്ട് അടി കാണുമ്പോൾ പ്രേക്ഷകനും ഉള്ളിൽ ഇടിയുണ്ടായിരുന്നു. വരവിൽ ശരീരം മാത്രം ഇടിക്കുന്നു, മനസ്സൊരിടത്തും തൊടുന്നില്ല. വില്ലിയെ കാണാതാകുന്ന സംഭവത്തെ ചുറ്റിപ്പറ്റി ഒരു മികച്ച ത്രില്ലറോ മനുഷ്യ നാടകമോ ഈ സിനിമയിൽ സൃഷ്ടിക്കാമായിരുന്നു. ആ സാധ്യതയും തിരക്കഥ നഷ്ടപ്പെടുത്തുന്നു. സിനിമയ്ക്ക് ഒരു ആശയമുണ്ടോ? ഒരു നിലപാടുണ്ടോ? ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടോ? ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. അതിനിടയിൽ ഫോറിൻ ഫണ്ട് വാങ്ങി മതപരിവർത്തനം ഇനി നടക്കില്ല, നാട് മാറി എന്നൊക്കെ ചില ഡയലോഗുകളും കുത്തി തിരുകിയിട്ടുണ്ട്. എന്തിനോ ഏതോ. ഒരു കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ഷാജി കൈലാസും AK സാജനുമൊക്കെ പഴഞ്ചൻ കഥയുമായി വന്ന് പ്രേക്ഷകരെ കീഴടക്കാമെന്ന് കരുതുന്നുണ്ടോ എന്ന സംശയം ഈ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ പ്രേക്ഷകൻ ആക്ഷൻ മാത്രം കാണാൻ വരുന്നില്ല. യുക്തിയും വികാരവും
അർത്ഥമുള്ള സിനിമയാണ് അവർ അന്വേഷിക്കുന്നത്. പുതുതലമുറ മഴ നനഞ്ഞ് സിനിമ ആഘോഷിക്കുന്നത് കണ്ട് ഓർമ്മകളുടെ ആവേശത്തിൽ പഴയ തലമുറയും മഴയിലേക്ക് ഓടിയിറങ്ങരുത്. പുറത്ത് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയാണ്. മഴ നനഞ്ഞാൽ പനി പിടിച്ചേക്കാം. അത് വെറും പനിയല്ല, ഡെങ്കിപ്പനി മുതൽ തക്കാളിപ്പനി വരെ. പുറത്തു പെയ്യുന്ന മഴയും കണ്ട് അകത്തിരുന്നാൽ പോരെ.